വെടിനിർത്തലിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം പുറത്തു വന്നിട്ടും ഇസ്രായേൽ ഒരു തരത്തിലുള്ള മാറ്റവും അവരുടെ തന്ത്രങ്ങളിൽ വരുത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ വെടിനിർത്തൽ ഔദ്യോഗികമായി പുറത്തു വന്ന് അംഗീകരിക്കപ്പെട്ടു. ഇതാ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നടപ്പിലാക്കാൻ പോകുന്നു എന്ന വാർത്ത വന്ന 24 മണിക്കൂറിനിടയിൽ 81 പേരാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി കൊല്ലപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിലെ ജനാൻ അഭയാർത്ഥി ക്യാമ്പിലടക്കം ഇസ്രായേൽ സേനയുടെ ബോംബാക്രമണം ഉണ്ടായി. ഈ 2 ബോംബാക്രമണത്തിലായി 21 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി ഫലസ്തീൻ അറിയിച്ചിരിക്കുന്നത്. 81 പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തു. അതിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ട് എന്ന് പറയുന്നു. ഇസ്രായേൽ പാഠം പഠിക്കുന്നില്ല, ഒത്തുതീർപ്പ് വ്യവസ്ഥ, വെടിനിർത്തലിനോട് അവർക്ക് താല്പര്യമില്ല എന്നാണ് ഈ ഹമാസും ഫലസ്തീനും പറയുന്നത്. വാസ്തവത്തിൽ ഇത് ഹമാസിന്റെ ഒരു ദൗർബല്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത്തരത്തിലൊരു വെടിനിർത്തൽ ഫോർമുല നേരത്തെ തന്നെ നിർദ്ദേശിക്കപ്പെട്ടതാണ്. പക്ഷേ ഈ വെടിനിർത്തൽ ഫോർമുലയ്ക്ക് ഹമാസ് വഴങ്ങിയിരുന്നില്ല. ഹമാസിന്റെ തലവന്മാരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഇത്തരം ഫോർമുലയ്ക്ക് ഒരുക്കമായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഒക്കെ. പക്ഷേ അവർ അതിന് ഒരുക്കമായിരുന്നില്ല. പിന്നീട് തലവന്മാർ കൊല്ലപ്പെടുകയും ഹമാസിനെ നയിക്കാൻ ആരുമില്ലാത്ത സാഹചര്യം രൂപപ്പെടുകയും ചെയ്തപ്പോൾ നിവൃത്തികെട്ട് അവർക്ക് പറഞ്ഞ ധാരണയിലേക്ക് വരേണ്ടി വന്നു. 2000 ഫലസ്തീനുകാരെ വിട്ടുതരുന്നുണ്ടല്ലോ, ഞങ്ങൾ 33 പേരെയല്ലേ വിട്ടയക്കുന്നുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ രണ്ടും രണ്ടാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഹമാസ് തടങ്കലിൽ വെച്ചിരിക്കുന്ന 98 തടവുകാരും അവർക്കൊരു തടസ്സം തന്നെയാണ്. ആ തടവുകാരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഇസ്രായേൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഫലസ്തീൻ തടവുകാരുടെ സ്ഥിതി അങ്ങനെയല്ല. ആരെ വേണമെങ്കിലും ഫലസ്തീൻ തടവുകാരെ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ അവർ കൊണ്ടുപോകുന്നുണ്ട്, ഇനിയും കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ ഹമാസിന്റെ സ്ഥിതി അങ്ങനെയല്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ എങ്ങനെയെങ്കിലും തടവുകാരെ മോചിപ്പിക്കുക എന്നതിന് വേണ്ടിയാണ് വഴങ്ങിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്.